നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ ലോക്സഭയിൽ വാക്പോര്. കടന്നാക്രമിച്ച് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും. സ്ത്രീകളെ അപമാനിച്ച ആളാണ് പ്രഹ്ലാദ് ജോഷി എന്ന് പ്രിയങ്ക ഗാന്ധി. सर जो प्रहलाद जोशी जी ने बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए उसका प्रमाण मैं आपको दे दूंगी, मैं भेज UPA സർക്കാരിന്റെ കാലത്തെ ചോദ്യപേപ്പർ ചോർച്ച ആയുധമാക്കി ഭരണപക്ഷം. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പിടിയിലായത് BRCയിലെ തന്നെ അധ്യാപികയായ നീഷ്മ. അറസ്റ്റിലായ അധ്യാപകരിൽ നിന്ന് ലഭിച്ച വിവരം നിർണായകമായി. ലഹരി മാഫിയയുമായി ബന്ധം പുലർത്തിയിരുന്നത് ഇൻസ്റ്റാഗ്രാം വഴി. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വിവരം. പാക് അധിനിവേശ കശ്മീരിൽ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ കൂട്ടക്കൊല. വെടിവെപ്പിൽ 20 പേർ കൊല്ലപ്പെട്ടു, 50-ലേറെ പേർക്ക് പരിക്കേറ്റു. വെടിവെപ്പ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് റവാല കോട്ടിയിൽ പ്രതിഷേധത്തിന് നേരെ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞു മെറ്റ. സാങ്കേതിക തകരാറ് മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റ. സംഭവത്തെ അതീവ ഗൗരവത്തോടെ കണ്ടു കേന്ദ്രം. ഫേസ്ബുക്ക് എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുകയാണെന്ന് BJP. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നെന്നും കേന്ദ്ര കമ്മിറ്റി. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിലും വിമർശനം. CJP വിവാദത്തിൽ വിശദീകരണവുമായി പേർളി മാണി. വീട്ടിൽ പോകണമെന്നുദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതരാകണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും പേർളി. എല്ലാ പാർട്ടിയും തനിക്കിഷ്ടമാണെന്നും താരം. ശ്വേതാമേനോന് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് പിഷാരടി. തന്നെ പ്രതിയാക്കി അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്നും പിഷാരടി. അമ്മയുടെ മിനിറ്റ്സ് ബുക്ക് അടക്കം രേഖകൾ ഒന്നും അഡ്ഹോക് കമ്മിറ്റി കൈമാറിയില്ലെന്നും കോടതിയിൽ. ലക്ഷ്യപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ ഹസൻ ഇന്ന് ഹൈക്കോടതിയിലേക്ക്. സാബു M. ജേക്കബിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് 2020 വിട്ട് അഖിൽ മാരാർ. കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു. തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ പണം സാബു ഉപയോഗിച്ചില്ലെന്നും അഖിൽ മാരാർ. 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റാണ് മത്സരിച്ചതെന്നും അഖിൽ. ഇറാൻ അഭ്യർത്ഥിച്ചതിനാലാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതെന്ന് ട്രംപ്. വൈകിയാൽ വൻ ആക്രമണമെന്ന് മുന്നറിയിപ്പ്. യാചന തങ്ങളുടെ രക്തത്തിലില്ലെന്ന് ഇറാന്റെ മറുപടി. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച വൈകിട്ട്. ജപ്പാനിൽ ഭൂചലനവും സുനാമി മുന്നറിയിപ്പും. നിരവധി പേർക്ക് പരിക്കേറ്റെന്നും കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നും ജപ്പാൻ പ്രധാനമന്ത്രി. തീരമേഖലയിലുള്ളവരോട് മാറാൻ നിർദ്ദേശം. യൂറോപ്പിനെ വിഴുങ്ങി കാട്ടുതീ. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെത്തിയെത്തി. ഫ്രാൻസിൽ നശിച്ചത് 98,000 ഹെക്ടർ വനഭൂമി. സ്പെയിനിൽ 1.3 ലക്ഷം ഹെക്ടർ. ഒഴിപ്പിച്ചത് 3.5 ലക്ഷം പേരെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ പരസ്പരം കടന്നാക്രമിച്ച് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും. വോട്ടും ക്ഷേത്ര സംഭാവനയുമൊക്കെ കൊള്ളയടിക്കുന്നവർ എങ്ങനെ ചോദ്യപേപ്പർ ചോർച്ച തടയുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. अपनी अकड़ का इलाज कीजिए, अपने वादों पर अमल कीजिए. आपके शासन में हमने बड़ी बड़ी चोरियां देखी हैं. चुनाव में वोटों की चोरी, राम मंदिर में चंदा की चोरी, आपके उद्योगपति मित्रों द्वारा देश की संपत्ति की चोरी, किसानों की जमीन की चोरी. लेकिन सबसे बड़ी चोरी
सबसे बड़ी चोरी, हाँ ठीक है, सबसे बड़ी चोरी तब हुई, कहिए कहिए, बोलिए बोलिए, सुन लीजिए, शांति से सुन लीजिए। अध्यक्ष महोदय, जो लोग चढ़ावा चोरी नहीं बचा पाए वो पेपर लीक कैसे बचा पाएंगे? जो भगवान के दरबार से दान गायब हो गया, दान चला गया, वो लोग पेपर लीक बचाएंगे? किस कानून को, जो कानून पहले बनाया उसी कानून का संशोधन करके लेके आए? किसकी आंखों में आप धूल झोंक रहे हैं? और अगर कानून से बच रहा होता तो भाजपा की 10 साल की सरकार में बीर परीक्षाएं कैसे लीक हो गई? സ്ത്രീകളെ അപമാനിച്ച ആളാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം ഭരണ പ്രതിപക്ഷ വാക്പോരിന് വഴിവെച്ചു. UPA സർക്കാരിന്റെ കാലത്തെ ചോദ്യപേപ്പർ ചോർച്ചയും BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചോദ്യപേപ്പർ ചോർച്ചയും ആയുധമാക്കിയായിരുന്നു ഭരണപക്ഷാംഗങ്ങളുടെ പ്രതിരോധം. अब ये जो एग्जामिनेशन को लेकर के तरह तरह की वारदातें होती रही या पेपर लीक भी होता रहा, ये केवल किसी एक प्रदेश या एक प्रांत तक सीमित नहीं रहा, ऐसा पहले भी होता था. अलग अलग पार्टियों की सरकारें रही, अलग अलग प्रदेश रहे. ബില്ല് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യം പ്രതിപക്ഷം ചോദ്യം ചെയ്തു. Important piece of legislation has brought to address the concern of the students of this country and youth of this country. Such an important bill, Honorable Prime Minister is not there, Home Minister is not there. വി ആർ കാർത്തിക് ചേരും. കാർത്തിക്, പ്രതിപക്ഷത്തിന് പുതിയ ഊർജ്ജമാണ്. ഭരണപക്ഷം വിഷയത്തിൽ പഴയ കാര്യം പറഞ്ഞാണ് മറുപടി പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, തുടർച്ചയായ 6 ദിവസമാണ് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ഒപ്പം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയും ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് സ്തംഭിച്ചത്. ഇന്ന് ഒരിടവേളയ്ക്ക് ശേഷം പാർലമെന്റിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുകയാണ്. 2 മണിക്ക് ആരംഭിച്ച ചർച്ച 4 മണിക്കൂർ പിന്നിടുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ചത് പ്രിയങ്ക ഗാന്ധി MP-യാണ്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അതോടൊപ്പം തന്നെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയത്. വിദ്യാർത്ഥികൾക്കെതിരായ പ്രതിഷേധത്തിൽ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ചു. ഈ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിന് നേതൃത്വം നൽകിയത്, അതിന് നിർദ്ദേശം നൽകിയത് ആരാണ്? അമിത്ഷയല്ലേ? ആ അമിത്ഷാ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുകൂടി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പും ഒപ്പം വോട്ടുചോരിയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള കടന്നാക്രമണം എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികളും സമാനമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഇതിനിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പരാമർശം, അത് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരായ പരാമർശമാണ് ഭരണ പ്രതിപക്ഷ വാക്പോരിന് വഴിവെച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച സ്വഭാവത്തെ നടത്തുന്ന ഒരു പരാമർശമാണ് നടത്തിയതെന്നും അത് പിൻവലിക്കണമെന്നും ഭരണപക്ഷത്തു നിന്നും ആവശ്യമുയർന്നു. തുടർന്ന് ഭരണ പ്രതിപക്ഷ വാക്കേറ്റമായി. ബഹളത്തെ തുടർന്ന് സ്പീക്കർ അത് സഭാരേഖകളിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം നീക്കുമെന്ന അറിയിപ്പ് നൽകുകയും ചെയ്തു. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്നുള്ള ചില കക്ഷികൾ സംസാരിച്ചത് അവരുടെ നിലപാടുകൾ കൂടി വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു. അതായത് DMK പ്രതിനിധീകരിച്ച് സംസാരിച്ച ദയാനിധിമാരൻ MP അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ നീറ്റ് പരീക്ഷയുടെ ആവശ്യം തന്നെയില്ല, അത് റദ്ദാക്കണം എന്നതാണ്. കോൺഗ്രസ് ആരംഭിച്ച ഒരു പരീക്ഷാ സമ്പ്രദായമാണെങ്കിൽ അത് നിർത്താൻ BJPക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു വിമർശനം DMK ഉന്നയിച്ചു. സമാനമായി ശിവസേനയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി. അതായത് വിദ്യാർത്ഥികളുടെ ആശങ്ക ന്യായമായിരുന്നു, അവരുടെ പ്രതിഷേധം സ്വാഭാവികമായിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തിനിടയിലേക്ക് മറ്റു ചില സാമൂഹ്യ വിരുദ്ധർ കടന്നുകൂടി അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന വിമർശനമാണ് ശിവസേന MP-മാർ ഉന്നയിച്ചത്. ഇങ്ങനെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഖിലേഷ് യാദവും TMCയിൽ നിന്ന് അഭിഷേക് ബാനർജിയും സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പ്രധാനമായും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്, പോലീസ് നടപടിയിലടക്കം. എന്നാൽ ചർച്ച 4 മണിക്കൂർ പിന്നിടുമ്പോഴും ലോക്സഭയിൽ പ്രധാനമന്ത്രിയോ അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയോ ഈ ചർച്ചയുടെ ഭാഗമാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം.
6 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അത് 10 മണിക്കൂർ വരെ തുടരാൻ സന്നദ്ധമാണ് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ചർച്ചയ്ക്കൊടുവിൽ ഭരണപക്ഷത്ത് നിന്ന് മന്ത്രി മറുപടി പറയും. ആ മറുപടിയിൽ ഈ വിമർശനങ്ങൾക്കൊക്കെ എന്തുത്തരമാകും നൽകുക എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. ശരി കാർത്തിക്. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. അന്വേഷണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സ്വതന്ത്ര അന്വേഷണത്തെ കേന്ദ്ര സർക്കാരും പിന്തുണച്ചു. ഡൽഹിക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും നടന്ന പോലീസ് നടപടി സംബന്ധിച്ചും പ്രത്യേക സമിതി അന്വേഷിക്കും. പോലീസ് നടപടി ചോദ്യം ചെയ്ത് CJP നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ അധ്യക്ഷയും CJP സമരത്തിൽ സജീവമായിരുന്ന ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് നടത്തിയ നീക്കത്തിൽ പ്രതിഷേധം. ഡൽഹി AKG ഭവനിലാണ് പോലീസ് എത്തിയത്. യൂണിഫോമും നെയിം പ്ലേറ്റും ഇല്ലാതെ എത്തിയ വനിതാ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചെയ്തു. പാർട്ടി ആസ്ഥാനത്തെത്തി അറസ്റ്റിനുള്ള നീക്കം തെമ്മാടിത്തമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഐഷി ഘോഷ് നിരാഹാര സമരം നടത്തിയിരുന്നു. 2021 കേസുമായി ബന്ധപ്പെട്ടാണ് എത്തിയതെന്നാണ് ഡൽഹി പോലീസിന്റെ വിശദീകരണം. നേതാക്കൾ പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് മടങ്ങി. പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ കൂട്ടക്കൊല. പോലീസ് വെടിവെപ്പിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട റവാലാക്കോട്ടിലെ ദ്രൈക് 8 മേഖലയിൽ നടന്ന പ്രതിഷേധത്തിന് നേരെയാണ് പാക് പോലീസിന്റെ ക്രൂരത. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം റൂറൽ SP ഷാജി സൂണന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. ജൂൺ 16-നാണ് പെരുമ്പിട സ്വദേശി സിയാദിനെ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അയൽവാസി നൽകിയ പരാതിയെ തുടർന്നാണ്, 13-കാരനെ കാണാനില്ല എന്നുള്ളൊരു പരാതിയെ തുടർന്നാണ് സിയാദിനെ കുണ്ട്ര പോലീസ് വീട്ടിൽ നിന്നും മക്കളുടെയും കുടുംബത്തിൻ്റെയും മുന്നിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പോലീസ് ജീപ്പിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. തുടർന്ന് ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം 38 ദിവസം പിന്നിടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സിയാദ് മരണത്തിന് കീഴടങ്ങേണ്ടിയും വന്നത്. അപ്പോൾ ഈ സിയാദിൻ്റെ മരണം, ചികിത്സയിലിരിക്കെ ഉണ്ടായ സിയാദിൻ്റെ മരണം ഈ ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്നാണ് നട്ടലിന് പഴുപ്പ് ഉണ്ടാവുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് കുടുംബത്തിൻ്റെ വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ ഒരു സംഭവം വാർത്തയായി മാറുകയും ഇതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ DGPയുടെ നേതൃത്വത്തിൽ കൊല്ലം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ ഏറ്റെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ ഈ കേസിൽ തന്നെ നിരവധി ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം പോലീസ് ഈ ഒരു സംഭവം പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇങ്ങനെ അതായത് സിയാദിനെ മർദ്ദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സിയാദിന് അസുഖമുണ്ടായിരുന്നു. അങ്ങനെ അസുഖത്തെ തുടർന്നാണ് സിയാദിന് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ പോലീസിൻ്റെ ഇത്തരം ഭാഷ്യം ശരിയാകുന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിയാദിനെ കസ്റ്റഡിയിലെടുത്തതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഈ കാണാതായ 13-കാരനെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സിയാദിനെ പോലീസ് വിട്ടയക്കുന്നത്. എന്നാൽ പോലീസ് ജീപ്പിൽ വെച്ച് സിയാദിന് മർദ്ദനമേറ്റു എന്ന് പരാതിക്കാരിയുടെ മൊഴി കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിൽ പരാതിക്കാരി തന്നെ പറയുന്നുണ്ട് സിയാദിനെ മർദ്ദിച്ചതായി താൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചതായോ അല്ലെങ്കിൽ SI മർദ്ദിച്ചതായിട്ടോ പറയുന്നില്ല. ഒരു കോൺസ്റ്റബിളാണ് മർദ്ദിച്ചത്, തൻ്റെ അടുത്ത് വെച്ച് ജീപ്പിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നത്. അതായത് ഈ പരാതിക്കാരിയും കൂടി കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ ഒരു ഗുരുതരമായിട്ടൊരു ചട്ടലംഘനം നടന്നിട്ടുണ്ട്. വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരു പെണ്ണിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വനിതാ പോലീസ് ഇല്ലായിരുന്നു, അവർ യൂണിഫോമിലല്ലായിരുന്നു എന്നൊക്കെ അത്തരത്തിലുള്ളൊരു മൊഴിയും ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദിന് മരണം സംഭവിച്ചതെന്ന് തന്നെ
തന്നെ ഒരു മൊഴിയിൽ കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് DYFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. മന്ത്രി പി സി വിഷ്ണുനാഥ്, മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, മുൻ ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം ഈ വിഷയത്തിൽ പിന്തുണ അർപ്പിച്ച് വരികയും ചെയ്തു. അതുപോലെ തന്നെ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരാതിക്കാരിയുടെ ഇത്തരം മൊഴി, അതായത് പോലീസ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇത്തരം മൊഴി വലിയ രീതിയിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിനീഷ്, News 18 കൊല്ലം. കുണ്ടറ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസ് വാദം പൊളിയുകയാണ്. മരിച്ച സിയാദിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് സ്ഥിരീകരിച്ച് പരാതിക്കാരിയായ പെൺകുട്ടി. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ശ്രീജിത്താണ് മർദ്ദിച്ചത്. ജീപ്പിൽ കയറ്റിയതിന് പിന്നാലെയായിരുന്നു മർദ്ദനം. സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിൽ ഉണ്ടായിരുന്നുവെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞു. കൈയുണ്ട്. എവിടെ അടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജിത്ത് സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണിയായി. ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് വണ്ടിക്കകത്ത് പോലീസുകാരൻ ആ സമയത്ത് വനിതാ പോലീസുകാരും കൂടെ വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. ഈ അതുൽ സാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതുൽ സാറാണോ വണ്ടി കയറാൻ പറയുന്നത്? ശ്രീജി സാറും കൂടിയാ പറഞ്ഞേ കേറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിരുന്ന് എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വണ്ടി അതുൽ സാർ യൂണിഫോമിലായിരുന്നു? അല്ല, കളറിലായിരുന്നു. ഇതിനകത്ത് യൂണിഫോം അല്ല, കളറായിരുന്നു. അതുൽ സാറ്, ശ്രീജി സാർ യൂണിഫോമിലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ മർദ്ദിച്ചിട്ട് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറഞ്ഞത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാന് വയ്യാന്നൊരു കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാന്ന് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് അവനെവിടെ പോയെന്നറിയെങ്കിൽ പറ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. അതുമല്ല, അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങളും സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, പൊതുവെ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. വിഷമം തോന്നി അതോ? എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവരോട് പോലും സിയാന്റെ പേരും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞ മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയോടെ അറിയിച്ചു. എന്നാൽ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. മെറ്റയുടെ വിശദീകരണവും വീഡിയോ നീക്കം ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ മെറ്റ, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ ആഗോള മേധാവികളെ വിവര സാങ്കേതിക മന്ത്രാലയം വിളിച്ചു വരുത്തിയതായി വാർത്താ ഏജൻസിയായ INS റിപ്പോർട്ട് ചെയ്തു. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ പ്രതിഷേധിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി വീഡിയോ പങ്കുവച്ചത്. വിദ്യാർത്ഥികളോട് നേരിട്ട് സംവദിക്കുന്നതിനായിരുന്നു ഇതിലെ ഉള്ളടക്കം. വീഡിയോ താൽക്കാലികമായി അപ്രത്യക്ഷമായത് BJP നേതാക്കളുടെയും ഓൺലൈൻ നിരീക്ഷകരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉടനടി മെറ്റയോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തെത്തുകയുമായിരുന്നു. ഫേസ്ബുക്ക് എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് BJPയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. പാക് അധിനിവേശ കശ്മീരിൽ പ്രക്ഷോഭമടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ കൂട്ടക്കൊല. പോലീസ് വെടിവെപ്പിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട റവാൽകോട്ടയിലെ ദ്രേക്ക് 8 മേഖലയിൽ നടന്ന പ്രതിഷേധത്തിന് നേരെയാണ് പോലീസിന്റെ ക്രൂരത ഉണ്ടായത്. फायरिंग जारी है. ऐसा लग रहा है कि हम फलस्तीन में हैं. कसम से इन्होंने वो हालत बनाई हुई है. നന്ദന വിവരങ്ങളുമായി ചേരും. നന്ദന, കഴിഞ്ഞ കുറേ മാസങ്ങളായി പിഒകെയിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭം, അത് ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള ജനക്കൂട്ടത്തിന് നേരെയാണ് ഈ വെടിവെപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മൃതദേഹങ്ങൾ റാവൽകോട്ടയിൽ ചിതറിക്കിടക്കുകയാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
രഞ്ജിത്ത്, പാക് അധിനിവേശ കാശ്മീർ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ 20ഓളം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജനക്കൂട്ടത്തിന് നേരെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. ഈ വെടിവയ്പിൽ 50ലേറെ പേർക്ക് പരിക്കേൽക്കുകയും 20ഓളം പേര് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റവൽകോട്ടിലെ ദ്രേക്കിലേക്ക് പ്രതിഷേധത്തിനായിട്ട് ജനക്കൂട്ടം പോയത്. ഈ ഒരു ജനക്കൂട്ടത്തിന് നേരെയായിരുന്നു പോലീസിന്റെ ക്രൂരമായ ഈ നടപടി. ഇവിടെ ഇന്നലെ മുതൽ നടന്ന ആക്രമണത്തിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി കോർ അംഗം ഉമർ നസീർ കാശ്മീരിയുടെ സഹോദരൻ ഉസ്മാൻ നസീർ ഉൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടെ POKയിൽ ജൂൺ 5-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 80 കടന്നു. ഈ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ റോഡിൽ ഛിന്ന ഭിന്നമായി നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും അതിലെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. POKയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ തിങ്കളാഴ്ച ആരംഭിച്ചു. ഇതോടുകൂടി പാകിസ്ഥാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ജനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 14,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. 45 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 10-ാം തീയതി വരെ 3 ഘട്ടങ്ങളായിരിക്കും നടക്കുക. POKയിൽ ആകെയുള്ളത് 53 സീറ്റുകളാണ്. അതിൽ 45 എണ്ണത്തിലേക്കായിരിക്കും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുക. രഞ്ജിത്ത്. ശരി, നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുന്നംഗം A അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. വൈകിട്ട് തിരികെ കോടതിയിൽ ഹാജരാക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1ാം പ്രതി ഡോക്ടർ റാമിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റാം ഉപയോഗിച്ചു വന്ന മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തു. നാളെ രാവിലെ റാമിൻ്റെ ക്ലിനിക്കിലും ഉച്ചയ്ക്ക് ശേഷം അഞ്ചരക്കണ്ടിയിലും ദന്തൽ കോളേജിലും അന്വേഷണവും തെളിവെടുപ്പും നടക്കും. ഇന്നലെയാണ് തലശ്ശേരി SC/ST പ്രത്യേക കോടതി ജഡ്ജി M മനോജ് 5 ദിവസത്തേക്ക് കസ്റ്റഡി അനുവദിച്ചത്. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. BRCയിലെ തന്നെ അധ്യാപികയായ നീഷ്മയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അധ്യാപകരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് SIT സംഘം പ്രതിയെ പിടികൂടിയത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ലഹരി മാഫിയയുമായി ബന്ധം പുലർത്തിയിരുന്നത്. കസ്റ്റമർമാരുമായി നേരിട്ട് കാണാതെ അക്കൗണ്ട് വഴിയാണ് ഇവർ ലക്ഷങ്ങളുടെ MDMA ഇടപാടുകൾ നടത്തിയിരുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ സൈബർ തട്ടിപ്പ്. ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ധൻ യോജന എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വടക്കേക്കര സ്വദേശിക്ക് 2,499 രൂപ നഷ്ടമായി. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിലാണ് ഈ തട്ടിപ്പ് സൈബർ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ധൻ യോജന പദ്ധതി എന്ന പേരിലാണ് ഒരു പരസ്യം ഇൻസ്റ്റഗ്രാമിൽ കാണുകയും ഇതിലൂടെ ഇതുവഴി ഇൻഷുറൻസ് ലഭിക്കുമെന്നാണ് വാഗ്ദാനം. സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് അതിൽ പറയുന്നത്. ഒരാൾ 2,499 രൂപ നൽകി കഴിഞ്ഞാൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും 5,000 രൂപ വീതം അക്കൗണ്ടിൽ പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വടക്കേക്കര സ്വദേശി, മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയായിട്ടുള്ള പറവൂരിലെ തന്നെ വടക്കേക്കര സ്വദേശിയാണ് ഉള്ള ഒരു യുവാവാണ് സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ആലുവ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പരസ്യം കാണുകയും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയും ചെയ്തു. അയാളുടെ നിർദ്ദേശപ്രകാരം അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് തൻ്റെ അക്കൗണ്ടിൽ നിന്നും 2,499 രൂപ നൽകി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം കിട്ടിയിരുന്നില്ല. തൻ്റെ അക്കൗണ്ടിലേക്ക് പണം കിട്ടാതായതോടുകൂടിയാണ് താൻ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലായത്. ഇതിനെ തുടർന്നാണ് സൈബർ പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് ഒരു തട്ടിപ്പാണ്. അങ്ങനെ പണം നൽകിക്കൊണ്ട് ആരും തന്നെ തങ്ങൾക്ക് 5,000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമോ നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തട്ടിപ്പായി തന്നെ ആദ്യം മനസ്സിലാക്കി അതിൽ തട്ടിപ്പിൽ നിന്നും വീഴാതെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് സൈബർ പോലീസും പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലോൺ ആപ്പ് വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. പോങ്ങുമൂട് ചേന്തിയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ജീവനക്കാരടക്കം 18 ഉത്തരേന്ത്യക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 50ഓളം കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത്.
അഖിൽ മാരാർ 2020 വിട്ടു. സാബു എം ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് 2020 വിട്ടത്. തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു അഖിൽ മാരാർ. സാബു എം ജേക്കബ് കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചുവെന്നും പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നുമാണ് അഖിൽ മാരാരുടെ ആരോപണം. CJP വിവാദത്തിൽ വിശദീകരണവുമായി പേർലി മാണി തന്റെ വാക്കുകൾ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെ വേദനിപ്പിച്ചു. വീട്ടിൽ പോകണം എന്നുദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതരാകണമെന്ന അർത്ഥത്തിലാണ് എഴുതിയതെന്നും യൂട്യൂബ് ചാനലിലൂടെ പേർലി പ്രതികരിച്ചു. താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോൻ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് പിഷാരടി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അഡ്ഹോ കമ്മിറ്റിക്കെതിരായ കേസിൽ തന്നെ പ്രതിയാക്കിയത്. തന്നെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം എന്നും മുൻസിഫ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുന്നു. തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പിഷാരടിയുടെ ആവശ്യം. SFI സംസ്ഥാന സെക്രട്ടറിയും DYFI സംസ്ഥാന നേതാവുമായിരുന്ന P. ബിജുവിന്റെ ഓർമ്മ മന്ദിരം പാതി വഴിയിൽ. തറക്കല്ലിട്ട് 5 വർഷങ്ങൾക്ക് ശേഷവും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇതിനിടെ റെഡ് കെയർ വീഴ്ച ഏറ്റുപറഞ്ഞുള്ള DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടനാ റിപ്പോർട്ടും പുറത്തുവന്നു. സമരപോരാട്ടങ്ങളുടെ മറുപേരായിരുന്നു P. ബിജു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഭാവി പ്രവചിക്കപ്പെട്ടിരുന്ന യുവ നേതാവ്. കോവിഡ് ബാധിച്ച് 2020 നവംബർ 4-നായിരുന്നു ബിജുവിന്റെ അകാല വിയോഗം. പ്രിയ നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ റെഡ് കെയർ എന്ന പേരിൽ മന്ദിരം നിർമ്മിക്കാൻ DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്രയ കേന്ദ്രം എന്നതായിരുന്നു ലക്ഷ്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം DYFI 8 സെന്റ് ഭൂമി വാങ്ങി. ബിജുവിന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും നടത്തി. ആക്രി പെറുക്കിയും പ്രഗത്ഭരുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കിയും DYFI ഫണ്ട് കണ്ടെത്തി. എന്നാൽ ബിജുവിന്റെ ഓർമ്മകൾ 6 വർഷത്തോടടുക്കുമ്പോഴും റെഡ് കെയർ പൂർത്തിയായിട്ടില്ല. 6 നിലകളിൽ നിർമ്മാണം ലക്ഷ്യമിട്ട കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പ്രിയ നേതാവിന്റെ ഓർമ്മകളോട് ഇപ്പോഴത്തെ നേതൃത്വം കാട്ടുന്ന അവഗണനയിൽ അമർഷം ശക്തമാണ്. DYFIയുടെ ഏരിയ സമ്മേളനങ്ങളിൽ കടുത്ത വിമർശനമാണ് ഇതേ ചൊല്ലി ഉയർന്നത്. പാർട്ടി ഭരണത്തിലിരുന്നിട്ടും DYFI ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും വേണ്ടി പുതിയ ഓഫീസ് മന്ദിരങ്ങൾ നിർമ്മിച്ചിട്ടും എന്തുകൊണ്ട് റെഡ് കെയറിന് ഈ അവസ്ഥ എന്നതാണ് ചോദ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. MR അജിത് കുമാറിന് തിരിച്ചടി. സസ്പെൻഷൻ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സ്റ്റേ അനുവദിച്ചില്ല. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് ഹർജി നൽകിയത്. ചട്ടം പാലിക്കാതെയാണ് തനിക്കെതിരായ നടപടിയെന്നാണ് അജിത് കുമാറിന്റെ വാദം. അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ലെന്ന് സർക്കാർ നിലപാടെടുത്തു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, എന്തൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അജിത് കുമാറിന്റെ ആവശ്യം തള്ളിയത്? രഞ്ജിത, നിലവിൽ അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് നൽകിയ ഹർജിയിലാണ് സസ്പെൻഷന് സ്റ്റേ ഇല്ല എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും MR അജിത് കുമാറിന് തിരിച്ചടിയാകുന്ന ഒരു നടപടിയാണ് CAGയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മറുപടി നൽകിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും അടുത്ത മാസം 20-നകം ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മറുപടി നൽകണമെന്നാണ് CAG നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും തൽക്കാലം സസ്പെൻഷന് സ്റ്റേ ഇല്ല എന്ന് തന്നെയാണ് CAGയുടെ നിലപാട്. അപ്പോൾ ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.